കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അമിത്തിനെ കൊണ്ട് ആ കൊലപാതകം ചെയ്യിച്ചത് മറ്റൊരു ടീമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അമിത്തും അമിത്തിൻ്റെ കാമുകിയും നിലവിലിപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല. ആ കാമുകി പിണങ്ങിപ്പോയതല്ല, വലിയൊരു നാടകത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുകയാണ്. വിജയകുമാറിൻ്റെയും മീരയുടെയും വീട്ടിലെയും സ്ഥാപനത്തിലെയും ജോലിക്കാരനാണ് അമിത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നതിൻ്റെ പേരിൽ വിജയകുമാർ അമിത്തിനെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് താൻ ഇത്തരം തട്ടിപ്പുകളൊന്നും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ കാലു പിടിച്ചു പറഞ്ഞു. പക്ഷേ അയാൾ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. വിജയകുമാറിനോടും മീരയോടും തൻ്റെ ജോലി തിരികെ തരണമെന്നും താൻ വിശ്വസ്തനായി കൂടെ നിന്നോളാമെന്നും അപേക്ഷിച്ചു. ഇനി ഒരിക്കലും തന്നിൽ നിന്ന് ഒരു പിഴവ് പോലും ഉണ്ടാവില്ലെന്നും അവൻ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ വിജയകുമാറും മീരയും അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ വീടിന്റെ മുക്കും മൂലയും അറിയുന്ന അമിത് ഒരു ദിവസം അവരുടെ ഫോൺ മോഷ്ടിക്കുന്നു. അങ്ങനെ അമിത് വീണ്ടും ജയിലിലാവുന്നു. 2 മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ അമിത് മദ്യപിച്ച വിജയകുമാറിന്റെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്നു. മതിൽ ചാടി കടക്കുകയും ഡോറിന് ഇടിക്കുകയും അസഭ്യം പറയുകയുമൊക്കെ ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും പോലീസ് കേസാവുന്നു. അന്ന് വിജയകുമാറിനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത് പോലീസിനോടൊപ്പം പോയത്. ഈ പ്രശ്നങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്ന മറ്റു ചിലരുണ്ടായിരുന്നു. അതായത് വിജയകുമാറിന്റെ മകന്റെ കൊലയാളികൾ. വിജയകുമാറിന്റെയും മീരയുടെയും ഏകമകൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. മകന്റെ മരണം ആത്മഹത്യയല്ലെന്നും മകനെ ആരോ മനഃപൂർവ്വം വകവരുത്തിയതാണെന്ന് ഇരുവർക്കും ഉറപ്പുണ്ടായിരുന്നു. ആ കേസിന്റെ പിന്നാലെയായിരുന്നു ഇരുവരും. ആ കേസിനാസ്പദമായ പല തെളിവുകളും അവർ തന്നെ ശേഖരിച്ചു. 1 മാസങ്ങൾക്ക് മുമ്പ് മകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണത്തിന് ഉത്തരവാകുന്നു. അവരുടെ കഠിനാധ്വാനത്തിനും ആത്മവിശ്വാസത്തിനും ഫലമുണ്ടായി. അതിനു പിന്നാലെയാണ് വിജയകുമാറിന്റെയും മീരയുടെയും ദാരുണമായ മരണം സംഭവിക്കുന്നത്. അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. ജയിലിലായിരുന്ന അമിത്തിനെ ജാമ്യത്തിലിറക്കിയത് 2 സ്ത്രീകളാണ്. അവന് ജീവിക്കാനുള്ള ആവശ്യത്തിനുള്ള പണം നൽകിയതും അവരാണ്. സൂത്രത്തിൽ അവന്റെ കാമുകിയെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. അമിത്തിനെ പുറത്തിറക്കിയതിനു ശേഷം അവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ. എപ്പോൾ കൊല്ലണം, ഏത് സമയത്ത് കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണം, കൊല്ലുന്നതിൻ്റെ മുൻപും ശേഷവും നടക്കേണ്ട പ്ലാനുകളും അവർ ചെയ്തു. ഈ കൊലപാതകം ഇപ്പോൾ നടക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അമിത്തിന് വിജയകുമാറിനോടും മീരയോടും അടങ്ങാത്ത ദേഷ്യമുണ്ട്. അതാണ് യഥാർത്ഥ കൊലയാളികൾ മുതലെടുത്തത്. അമിത്തിന് അവരോടുള്ള ദേഷ്യം ആളി കത്തിക്കുകയും ഒപ്പം അവന് ജീവിക്കാനുള്ള പണം ഓഫർ ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ പിടിക്കപ്പെടുകയാണെങ്കിൽ അമിത് മാത്രമേ കുടുങ്ങുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവനെ കൊണ്ട് ചെയ്യിച്ചത്. കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം തൊട്ടടുത്ത ഹോട്ടലിൽ റൂം എടുപ്പിച്ചു. ആ വീടിന്റെ പരിസരത്തുകൂടെ നടത്തിക്കൊണ്ടുവന്നാണ് മർഡർ നടത്തിച്ചത്. അതിനെല്ലാം കൊലയാളികൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പിടിക്കപ്പെടുകയാണെങ്കിൽ അമിത് മാത്രമേ കുടുങ്ങുകയുള്ളൂ. ആര് പിടിക്കപ്പെട്ടാലും മറ്റുള്ളവരുടെ പേര് പറയരുത് എന്ന ചട്ടം കൂടി ഇവിടെയുണ്ട്. അവരുടെ പ്ലാനിങ്ങിനനുസരിച്ചാണ് കൊലപാതകം നടന്നത്. ആ വീട്ടിൽ നിന്ന് സ്വർണമോ മറ്റു പണങ്ങളോ ഒന്നും കളവ് പോയിട്ടില്ല. അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് 3 ഫോണുകളും ഹാർഡ് ഡിസ്കും CVR-ഉം ഒക്കെയാണ്. കൂട്ടത്തിൽ മറ്റു പല ഫയലുകളും ആ വീട്ടിൽ നിന്ന് കളവ് പോയിട്ടുണ്ട്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2 പേരുടെയും ക്രൂര കൊലപാതകങ്ങൾക്ക് ശേഷം 3-4 പേർ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം പല തെളിവുകളും അവർ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. മതിൽ ചാടിക്കടന്ന് അമിത് ഉള്ളിലെത്തുന്നു. ജനൽ വഴി വാതിലിന്റെ ഹുക്കൂരി വീടിനുള്ളിൽ കയറുന്നു. 2 മുറികളിലായി ഉറങ്ങിക്കിടക്കുന്ന വിജയകുമാറിനെയും മീരയെയും കൊല്ലുന്നു. CCTV ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം മറ്റു ചിലർ വീട്ടിൽ കടക്കുന്നു. അവർ ആ വീട്ടിൽ നിന്ന് വിലപ്പെട്ട പലതും പല തെളിവുകളും അടിച്ചു മാറ്റുന്നു. മീരയെയും വിജയകുമാറിനെയും നഗ്നനാക്കി അവർ തിരികെ പോകുന്നു. വമ്പൻ പണം വാഗ്ദാനം ചെയ്താണ് അമിത്തിനെ കൊണ്ട് ഈ പരിപാടികളൊക്കെ ചെയ്യിച്ചത്. അമിത്തിന് വിജയകുമാറിനോടുള്ള വൈരാഗ്യം മനസ്സിലാക്കി മുതലെടുത്തതാണ് ഇവർ. അമിത്തിന്റെ കാമുകി എവിടേക്കും പോയിട്ടില്ല. അവർ സേഫായ ഒരു സ്ഥലത്തുണ്ട്. അമിത്തിന് സ്വന്തം ഇത്രയും പ്ലാനിങ്, ഇത്രയും കണ്ണിങ്ങോട് കൂടി ഇത്തരം ഒരു മർഡർ നടത്താൻ ഒരിക്കലും പറ്റില്ല. അവന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള കൈകളുണ്ട്. അത് എല്ലാവർക്കും ഉറപ്പായ കാര്യമാണ്. അത് ആരാണ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ.
അമിത്തിന് വിജയകുമാറിനോടുള്ള വൈരാഗ്യം മനസ്സിലാക്കി വളരെ പ്ലാനിങ്ങോടുകൂടി അമിത്തിനെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ചു. കൊലയാളികൾക്ക് ആവശ്യമായ തെളിവുകളൊക്കെ എടുത്തുമാറ്റി, അതല്ലെങ്കിൽ അവർ ശേഖരിച്ചു. അമിത്തിനെ കൊടുക്കാനുള്ള മനഃപൂർവ്വം ചില തെളിവുകൾ അവശേഷിപ്പിച്ച് മാറി നിന്ന് ചിരിക്കുകയാണ് ആ കൊലയാളികൾ. അമിത്തിനെ പോലെയുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പയ്യനെ ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഒരാളെയും കൊല്ലാൻ സാധിക്കില്ല. അയാളല്ല കൊന്നത് എന്ന് പറയുന്നില്ല, അയാൾ തന്നെയാണ് കൊന്നത്. പക്ഷെ അയാൾക്ക് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. അയാളുടെ കാമുകി പിണങ്ങിപ്പോയിട്ടുമില്ല. ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. ഈ കേസ് അമിത്തിൽ ഒതുങ്ങുകയാണെങ്കിൽ വിജയകുമാറിന്റെയും മീരയുടെയും അവരുടെ മകന്റെയും മരണത്തിന്റെ ഉത്തരവാദികളെ ഒരിക്കലും വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള അവരുടെ മകളുടെ ജീവിതത്തിലും ജീവനും അപകടമാണ്.